വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 30 ഡേയ്സ് ചലഞ്ചിനെ കുറിച്ചിട്ടാണ്. നിങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായിട്ട് മാറ്റിമറിക്കാനായിട്ട് ഇതിന് സാധിക്കും. വേറൊന്നുമല്ല, 30 ദിവസത്തേക്ക് കൊണ്ട് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറയാൻ പാടില്ല. ഇത് കേൾക്കുമ്പോൾ പല ആൾക്കാരും സ്കിപ്പ് ചെയ്തു പോകുമെന്ന് എനിക്കറിയാം. പക്ഷെ രക്ഷപ്പെടാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇത് കേട്ടുകൊണ്ടിരിക്കണം. കാരണം ഇത് ചുമ്മാ പറയുന്നതല്ല, സ്പിരിച്വൽ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നിങ്ങളുടെ വാക്കുകൾക്ക് അതിഭയങ്കരമായ ശക്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് എവിടുന്ന് വന്നിരിക്കുന്നതെന്ന് അറിയാമോ? അത് ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നതാണ്. ദൈവം തന്റെ വാക്കുകൾ കൊണ്ട് ഈ ലോകത്തിലെ സകലതും ഉണ്ടാക്കി. അതിനുശേഷം തന്റെ സ്വരൂപത്തില്, ഹിസ് ഓൺ ഇമേജില് ദൈവം നമ്മളെ ഉണ്ടാക്കി. എന്നിട്ട് ദൈവം നമുക്ക് നാവിന്മേൽ ഒരു അധികാരം തന്നിട്ടുണ്ട്. നമുക്ക് പ്രോവേർബ്സ് ചാപ്റ്റർ 18:21 വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. ആൻഡ് ദോസ് ഹു ലവ് ഇറ്റ് വിൽ ഈറ്റ് ഇറ്റ്സ് ഫ്രൂട്ട്സ്. അതായത് നമ്മൾ അനുഗ്രഹമാണ് നമ്മളുടെ നാവ് കൊണ്ട് പറയുന്നതെങ്കിൽ നമ്മൾ അതിന്റെ ഫ്രൂട്ട്സ്, അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കും. അതേസമയം നമ്മുടെ ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിന്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ അതിന്റെ ഫലവും അനുഭവിക്കുമെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഇനി വരുന്നൊരു 30 ദിവസത്തേക്ക് ഒരു കാരണവശാലും നമ്മളുടെ ഈ നാവ് കൊണ്ട് നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും പറയാൻ പാടില്ല. ആരെയും കുറ്റം പറയാൻ പാടില്ല. ഒരു കാര്യത്തെക്കുറിച്ചും കംപ്ലൈന്റ് പറയരുത്. നമ്മുടെ മക്കളെ കുറിച്ച് കംപ്ലൈന്റ് പറയരുത്. നമ്മളുടെ സുഹൃത്തുക്കളെ കുറിച്ച് കംപ്ലൈന്റ് പറയരുത്. നമ്മുടെ സിറ്റുവേഷൻസിനെ കുറിച്ചൊന്നും പറയരുത്. നമ്മൾ ഡിപ്രസ്ഡ് ആണെന്ന് പറയരുത്. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ചും ഒരു കംപ്ലൈന്റും പറയാത്ത ഒരാളായിരിക്കണം. നമ്മളുടെ അമ്മയോ ഭാര്യയോ നമുക്ക് ഫുഡ് ഉണ്ടാക്കി കൊണ്ട് തന്നാൽ അതിന്റെ ടേസ്റ്റ് മോശമാണെങ്കിലും നല്ലത് മാത്രം പറയുക. ബ്ലെസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളുടെ ചുറ്റുപാടിനെ നമ്മൾ ബ്ലെസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പതിയെ 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 നമ്മളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ മാറാൻ തുടങ്ങും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോഴേക്കും നമുക്കൊരു അറ്റാക്ക്, ഒരു സ്പിരിച്വൽ അറ്റാക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളുടെ ഈ നാവ് കൊണ്ട് മോശം പറയിപ്പിക്കാനായിട്ട് അതിൽ വീണു കൊടുക്കരുത്. അതിനെ റെസിസ്റ്റ് ചെയ്ത് നിന്നുകൊണ്ടേയിരിക്കുക. അവസാനമാകുമ്പോഴേക്കും നമുക്ക് ഉറപ്പായിട്ടും ഇതിന്മേൽ വിജയം ലഭിക്കാനായിട്ട് സാധിക്കും. ഇത് 30 ദിവസമായിട്ട് നിർത്തണമെന്നില്ല. അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ചലഞ്ചിൽ ഉറപ്പായിട്ടും പങ്കെടുക്കണം. ഞാനും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതിന്റെ താല്പര്യമുണ്ടെങ്കിൽ താഴെ ആമേൻ എന്ന് ടൈപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു.